ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെ മോർണിംഗ് മന്നയിലേക്ക് 2026 ജനുവരി മാസത്തിലെ മോർണിംഗ് മന്നയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ വർഷം വെളിപ്പാട് പുസ്തകത്തിലൂടെയാണ് നമ്മുടെ ധ്യാന യാത്ര കൊണ്ടുപോകുന്നത്. ഇന്നത്തെ ഈ പ്രഭാതത്തിലും നമ്മളെ ഉണർത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, 2026 കാണുവാൻ സഹായിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ധ്യാനയാത്ര തുടരാം. നിങ്ങളേവരെയും ഇന്നത്തെ മോർണിംഗ് മന്നയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം സ്നേഹമാണ് താക്കോൽ എന്നുള്ളതാണ്. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. പ്രിയമുള്ളവരെ, ഈ വെളിപ്പാട് പുസ്തകത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളൊക്കെ എവിടെയോ തെറ്റിപ്പോയി, എവിടെയൊക്കെ നമുക്ക് വീഴ്ച പറ്റിപ്പോയി. നമ്മൾ വളരെ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ആ സ്നേഹം പങ്കുവെച്ച് പ്രകടിപ്പിച്ചവരാണ്. എന്നാൽ എവിടെയോ നമ്മൾ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നമ്മളിലുണ്ട് എന്ന് ഇന്ന് രാവിലെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെപ്പോഴെങ്കിലും ഒരു പദ്ധതിയിൽ പ്രവർത്തിക്കുകയും ഒരു ചെറിയ പ്രശ്നത്തിൽ ഊന്നി നിൽക്കുകയും അന്തിമ ലക്ഷ്യം മറക്കുകയും ചെയ്തിട്ടുണ്ടോ? ആദ്യകാല ക്രിസ്തീയ സഭ തെറ്റിൽ നിന്ന് സ്വയം സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കാരണം അത് സംരക്ഷിച്ചിരുന്ന യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അവഗണിക്കുകയായിരുന്നു. ആദ്യകാല സംഭവങ്ങൾ, ആദ്യകാല ക്രിസ്തീയ സഭകൾ തെറ്റിൽ നിന്ന് സ്വയം സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കാരണം അത് യേശുക്രിസ്തുവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ സുവിശേഷണത്തെ അവഗണിക്കുകയായിരുന്നു. വഞ്ചനയുടെ ആക്രമണത്തിന് പുറമെ ആദിമസഭയ്ക്ക് പീഡനത്തിൻ്റെ ഉയർച്ചയെയും നേരിടേണ്ടി വന്നു. യോഹന്നാൻ ഒഴികെ യേശുവിൻ്റെ ബാക്കി അപ്പോസ്തലന്മാരെല്ലാവരും രക്തസാക്ഷികളായിത്തീരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം. 1-ാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിമാരായ നീറോ AD 67 ഡൊമേഷ്യൻ ചക്രവർത്തി AD 81 ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്തു. തുടർന്ന് സഭ അതിൻ്റെ ഹൃദയത്തിൻ്റെ ചുവരുകൾക്ക് ചുറ്റും കവചത്തിൻ്റെ വഴങ്ങാത്ത കുപ്പായമുണ്ടാക്കുവാൻ തുടങ്ങി. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും അവസാന ദൃക്സാക്ഷികളെയും അവസാനിപ്പിച്ചപ്പോൾ സഭയ്ക്ക് അത് പണിത പാറയുടെ അതിൻ്റെ ആദ്യ സ്നേഹം അതായത് യേശുവിൻ്റെ ദൃശ്യം അല്ലെങ്കിൽ യേശുവിനെ കുറിച്ചുള്ളതായ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. എന്നാൽ ക്രിസ്തു എന്ത് ചെയ്തു? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ആ വസ്തുതയെ അടിസ്ഥാനമാക്കിയാണ് സുവിശേഷം മുന്നോട്ട് പോകേണ്ടത്. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു എന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. നമുക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ ത്യാഗത്തെ നാം അവഗണിക്കുകയാണെങ്കിൽ അപ്പോഴാണ് അവനോടുള്ള നമ്മുടെ സ്നേഹം ഇല്ലാതാകുന്നത്. നമുക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ ത്യാഗത്തെ നാം അവഗണിക്കുന്നുവെങ്കിൽ, നമുക്ക് വേണ്ടി ക്രിസ്തു ചെയ്തതായ സ്നേഹത്തിൻ്റെ അളവിനെ, ആ ത്യാഗത്തിൻ്റെ ആഴത്തെ നമ്മൾ അവഗണിക്കുന്നുവെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹം ഇല്ലാത്തവരാണ്. ക്രിസ്തുവിനോടുള്ള സ്നേഹം ഇല്ലാതെ നമുക്ക് പരസ്പരം സ്നേഹിക്കുക എന്നത് അസാധ്യമാണ്. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു, സ്നേഹിക്കുന്നതിനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആദിമസഭ ആദ്യം ഉപദേശത്തിൽ ഉറച്ചിരുന്നിരിക്കണം. എന്നാൽ സ്നേഹവും സത്യവും വേർപെട്ടപ്പോൾ സ്നേഹത്തിന്, സുവിശേഷത്തിന് അതിന് ശക്തി നഷ്ടപ്പെടുകയും കാണാതെ പോയതിനെ തിരഞ്ഞു കണ്ടെത്താനുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിൻ്റെ സ്ഥാനത്ത് ആചാരം പ്രവേശിക്കുകയും ചെയ്തു. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടതിനാലാണ് രൂപഭദ്രതാവാദം കടന്നു പിടിച്ചത്. സത്യത്തിൻ്റെ ഒരു വ്യവസ്ഥ വെറും പരമ്പരാഗത രൂപങ്ങളായി മാറുകയും സഭ ഉള്ളിൽ നിന്ന് തകരുവാൻ തുടങ്ങുകയും ചെയ്തു. ഏതാണ്ട് AD 62 പൗലോസ് എഫേസോസിന് എഴുതിയ സ്വന്തം കത്തിൽ യോഹന്നാൻ വെളിപ്പാട് എഴുതിയ കാലത്ത് സഭയെ പിടിച്ചു നിർത്തുന്ന പ്രശ്നങ്ങളിലേക്ക് നമുക്കൊരു വാതായനം തുറന്നിട്ടിട്ടുണ്ട്. പൗലോസ് ഇങ്ങനെ ഉപദേശിച്ചു: സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. പ്രിയമുള്ളവരെ, ആ ക്രിസ്തുവിൻ്റെ സ്നേഹം, ആ സ്നേഹം നമ്മൾ വിട്ടുകളഞ്ഞാൽ, ആ സ്നേഹം നമ്മൾ അവഗണിച്ചാൽ സുവിശേഷത്തിന് ഒരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് നമ്മളൊക്കെ സുവിശേഷത്തിൻ്റെ വക്താക്കളാകുന്നുവെങ്കിൽ ആ സ്നേഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകുവാൻ. സ്നേഹത്തിൽ നമ്മൾ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഇടയാകണം. പ്രിയ രക്ഷകനെ, എന്നെ ആദ്യം സ്നേഹിച്ച നീയുമായുള്ള എൻ്റെ ബന്ധം പരിപോഷിക്കുവാൻ എല്ലാ ദിവസവും സമയമെടുക്കുന്നതിന് എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: സ്വർഗീയ പിതാവേ, എൻ്റെ പ്രിയ രക്ഷകനെ, എന്നെ ആദ്യം അവിടുന്ന് സ്നേഹിച്ച
അങ്ങയുടെ സ്നേഹമുള്ള എൻ്റെ ബന്ധം ദിനംതോറും പരിപോഷിപ്പിക്കാൻ, ദിനംതോറും അങ്ങയുടെ വചനത്തിന് മുമ്പാകെ സമയം ചെലവഴിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയും നമ്മൾ വചനത്തിൽ വേരൂന്നി വളരുവാൻ ഇടയായി തീർന്ന് ക്രിസ്തുവിന് തലയോളം വളരുവാൻ, നമ്മുടെ ആദ്യ സ്നേഹത്തെ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് ആ ക്രിസ്തുവിന് തലയോളം വളരുവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിന് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങളോട് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിന് സ്തോത്രം. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളെ ആദ്യം സ്നേഹിച്ചതാണ്. ഞങ്ങൾ ആ സ്നേഹം തിരിച്ചറിഞ്ഞ് ആ ആദ്യ സ്നേഹത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന് തലയോളം വളരുവാൻ ഞങ്ങളെ സഹായിക്കണം. അതാണ് സുവിശേഷത്തിൻ്റെ അടിസ്ഥാനമെന്ന് മനസ്സിലാക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളെ ഇടയാക്കണം. സകലതും യേശുവിൻ്റെ കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അന്ത്യത്തോളം വഴി നടത്തണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണം സ്വർഗീയ പിതാവേ. ഏവർക്കും ഏറ്റവും നല്ലൊരു ദിവസം നേരുന്നു. ഈ ദിവസത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവിക നടത്തിപ്പുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.